തിരക്കുമൂലം ശബരിമല ദർശനം പൂർത്തിയാക്കാനാകാതെ മടങ്ങിയ സംഘത്തെ തിരികെ എത്തിച്ച് കേരള പോലീസ്. കൊല്ലം പാരിപ്പള്ളിയിൽ നിന്നുള്ള വനിതകളടങ്ങിയ ഭക്തസംഘത്തെയാണ് തിരികെ എത്തിച്ച് ദർശനം പൂർത്തീകരിച്ചത്. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് എത്തുന്ന എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുമെന്ന് ADGP ശ്രീജിത്ത് പറഞ്ഞു. ദർശനം പൂർത്തിയാക്കാതെ ഭക്തസംഘം മടങ്ങിയെന്ന മാതൃഭൂമി ന്യൂസ് വാർത്തയെ തുടർന്നാണ് ഇങ്ങനെയൊരു പോലീസിന്റെ നടപടി ഉണ്ടായത്. ശബരിമല ദർശനത്തിനെത്തിയ ഒരു സംഘം ദർശനം പൂർത്തിയാക്കാൻ സാധിക്കാതെ മടങ്ങുന്നു. ആ വാർത്ത 8:30 മാതൃഭൂമി ന്യൂസ് സംപ്രേഷണം ചെയ്യുന്നത്. ഈ വാർത്തയിൽ ശ്രദ്ധയിൽപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ശബരിമലയുടെ സ്പെഷ്യൽ ഓഫീസറായിട്ടുള്ള ADGP ശ്രീജിത്ത് ഈ വിഷയത്തിൽ ഇടപെടുന്നു. മരക്കൂട്ടം വരെ ഞങ്ങൾ പോയപ്പോഴേ ചെറുപ്പക്കാർ പിള്ളേർ ഇഷ്ടം പോലെ ഇറങ്ങി വരുന്നു. അപ്പം ഞങ്ങളുടെ എന്ത് മോനെ ഇങ്ങനെ തിരിച്ചുമ്പോൾ മറ്റേ അപ്പുറത്തൂടെ വഴിയല്ലേ വരുന്നത്. അപ്പം പറഞ്ഞ അമ്മ ഞങ്ങൾ കയറിയില്ല, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. ADGP നിലയ്ക്കൽ സ്പെഷ്യൽ ഓഫീസറെ ബന്ധപ്പെടുന്നു. അടിയന്തരമായി അവരെ സന്നിധാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കാൻ നിർദ്ദേശം നൽകുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ അവരുടെ മേൽനോട്ടത്തിൽ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ തന്നെ സന്നിധാനത്തേക്ക് എത്തിക്കാനാണ് ADGP നിർദ്ദേശം നൽകിയത്. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ 41 ദിവസം ആദ്യമായിട്ടാണ് ഞാൻ വ്രതം എടുക്കുന്നത്. നിങ്ങളെ സന്നിധാനത്തെത്തിച്ച് ദർശനം നടത്തിയിട്ടേ ഞങ്ങൾ വിടത്തുള്ളൂ എന്നാണ് സാറ് പറഞ്ഞത്. ഹൃദ്രോഗമുള്ള ആൾക്കാരടക്കം ഉണ്ടായിരുന്നു ആ സംഘത്തിൽ. അവർക്ക് വൈദ്യസഹായം അടക്കം ലഭ്യമാക്കി, ആംബുലൻസ് സംവിധാനം അടക്കം ലഭ്യമാക്കിക്കൊണ്ടാണ് അവരെ പമ്പയിലേക്ക് എത്തിച്ചത്. അതിനുശേഷം സന്നിധാനത്തേക്ക് എത്തിക്കുകയായിരുന്നു. പതിനെട്ടാം പടി കയറിയതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ദർശനം പൂർത്തിയാക്കാൻ സാധിക്കാതെ മടങ്ങിയ ആൾക്കാരുടെ കണ്ണുകളിൽ നിന്നൊക്കെ തന്നെ ആനന്ദ കണ്ണീരാണ് ഉണ്ടായത്. സന്തോഷമായോ? സന്തോഷമായി സാറേ, ഒരുപാട് സന്തോഷം. അയ്യപ്പനെ കാണാൻ പറ്റില്ലെന്ന് പേടിച്ച് വിഷമിച്ച് ഞങ്ങൾ പോവാൻ ഭാവിച്ചാണ് സാറേ. ഞങ്ങൾക്ക് ഈ തവണ അയ്യപ്പനെ കാണാൻ പറ്റൂലെന്നുള്ള സങ്കടത്തിൽ ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോകാൻ ഭാവിച്ച ഞങ്ങളാണ്. ഈ മണ്ഡല സീസണിൽ അയ്യപ്പനെ കാണാൻ സാധിക്കില്ല എന്ന് കരുതിയ ആൾക്കാർക്ക് പിന്നീട് വലിയ സന്തോഷമാണ് ഉണ്ടായത്. അവരൊക്കെ തന്നെ അയ്യപ്പനെ കണ്ട് തിരിച്ച് മടങ്ങി നേരെ ഞാനിപ്പോൾ നിൽക്കുന്ന തിരുമുറ്റത്തേക്കെത്തി. എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. അയ്യപ്പനാണ് ഇത് സാറിനെ കൊണ്ട് ചെയ്യിച്ചത്. അയ്യപ്പ സ്വാമിയാണ് സാറിനെ കൊണ്ടും എല്ലാരെ കൊണ്ടും ഇത് ചെയ്യിച്ചത്. ഞങ്ങൾ ഇന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആ നിമിഷം കേരള പോലീസിനും ഏറ്റവും സന്തോഷം നിറഞ്ഞായിരുന്നു. കാര്യം ഇവിടെ എത്തുന്ന ഒരു ഭക്തൻ പോലും ദർശനം പൂർത്തിയാക്കാതെ മടങ്ങരുത് എന്നുള്ളതാണ് കേരള പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. വെർച്വൽ ക്യൂ സംവിധാനത്തോടു കൂടി ബുക്ക് ചെയ്തെത്തുന്ന ആൾക്കാർക്ക് ദർശനം ഉറപ്പാക്കും എന്നാണ് ADGP ശ്രീജിത്ത് പറഞ്ഞത്. അതിന് തെളിവായി അദ്ദേഹം ഈ തിരിച്ചു കൊണ്ടുവന്ന ആൾക്കാരുടെ ഒരു കാര്യം കൂടി എടുത്തു കാണിക്കുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാവേണ്ട കാര്യമില്ല. ഒരാൾ പോലും ഇവിടെ വന്ന് ദർശനം കിട്ടാതെ മടങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ വെർച്വൽ ക്യൂ പാസ്വേഡ് കൂടി വരുന്ന ഒരാൾക്കും ദർശനം കിട്ടാതെ പോകേണ്ട കാര്യമില്ല. ഇപ്പൊ ഹൃദ്രോഗികളാണ്, അതുകൊണ്ടാണ് അവർക്ക് നിൽക്കാൻ പറ്റാതെ പോയെന്നാണ് എന്നോട് പറഞ്ഞത് പ്രാഥമികമായിട്ട്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അവസരം കൊടുക്കും. അവർ ഭഗവാനെ കണ്ടിട്ടേ പോകാവൂ. ഭക്തരെ എത്തരത്തിൽ ചേർത്ത് പിടിക്കുന്നു എന്നതിന്റെ തെളിവാണ് കേരള പോലീസ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു നല്ല മാതൃക. ദർശനം പൂർത്തിയാക്കാൻ സാധിക്കാതെ ഒരാൾ പോലും ഇവിടെ നിന്ന് മടങ്ങില്ല എന്ന ഉറപ്പ് കൂടിയാണ് കേരള പോലീസ് നൽകുന്നത്. സന്നിധാനത്ത് നിന്നാണ് ക്യാമറമാൻ അജിത് കുമാറിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.